ഇവിടെയുള്ള ഒരു 4 കെട്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ 4 കെട്ട് ബിൽഡിംഗ് ഞങ്ങൾ പാർട്ടി ഓഫീസായിട്ട് ഉപയോഗിച്ചു. പാർട്ടി നേതാക്കന്മാർക്ക് മന്ത്രിമാർക്കുമൊക്കെ താമസിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. ജനസൗഹൃദമായിട്ടുള്ള ഓഫീസാണ്, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ബിൽഡിംഗാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഈ പുതിയ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പ്രധാനമന്ത്രി വന്നാൽ വരെ SPG സംബന്ധിച്ചാൽ പ്രധാനമന്ത്രിക്കും താമസിക്കാം. നമസ്കാരം. KG മാരാർ ഭവൻ, ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കാര്യാലയം, കേരളത്തിലുള്ള BJP പ്രവർത്തകരുടെ സ്വപ്നം പൂവണിഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ഇന്ന് നടക്കാൻ വേണ്ടി പോവുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. എന്തായാലും നിരവധി വിശേഷങ്ങളാണ് ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഒളിഞ്ഞിരിക്കുന്നത്. 4 നില ബിൽഡിങ്ങിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്ഥാപനം നിരവധി സൗകര്യങ്ങളോടുകൂടിയാണ് ഒരുക്കിയിരിക്കുന്നത്. BJP സംസ്ഥാന ഓഫീസിൻ്റെ ഉദ്ഘാടനം ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൽ ഈ ഒരു ഓഫീസിൻ്റെ ഒരു ഘടനയെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. 2000-ലാണ് ഈ സ്ഥലവും ഇവിടെ ഒരു കെട്ടിടമുണ്ടായിരുന്നു. ഞങ്ങൾ വിലക്ക് മേടിച്ച് അന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസാകുന്നത്. കേരളത്തിലെ പ്രശസ്തമായ ഒരു കുടുംബത്തിൻ്റെ കയ്യിലായിരുന്നത്. നമ്മുടെ പഴയ കേന്ദ്രമന്ത്രി കൃഷ്ണകുമാറിൻ്റെ അവരുടെ തറവാടുമായി ബന്ധപ്പെട്ട് അവരുടെ കയ്യിലായിരുന്നത്. കുറേ ആളുകളുടെ കയ്യിലായിരുന്നു. ആ ആളുകളുടെ കയ്യിൽ നിന്ന് 2000-ലാണ് CK പത്മനാഭൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് PP മുകുന്ദൻ, അന്തരിച്ചു പോയ PP മുകുന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സ്ഥലം ഞങ്ങൾ മേടിക്കുന്നത്. ഇവിടെയുള്ള ഒരു 4 കെട്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ 4 കെട്ട് ബിൽഡിംഗ് ഞങ്ങൾ പാർട്ടി ഓഫീസായിട്ട് ഉപയോഗിച്ചു. അത് 2017 ഞങ്ങളത് പുതിയ ഓഫീസിന് വേണ്ടി അത് പറിച്ചു മാറ്റി പുതിയ സ്ഥലത്ത് അന്നത്തെ പാർട്ടി അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന അമിത്ഷാജിയാണ് തറക്കല്ലിട്ടത്. ഇപ്പോൾ നാളെ അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന അമിത്ഷാജി തന്നെയാണ്. എല്ലാ ആധുനിക സംവിധാനങ്ങളും ഈ ഓഫീസിലുണ്ട്. പാർട്ടി നേതാക്കന്മാർക്ക് മന്ത്രിമാർക്കുമൊക്കെ താമസിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. വീഡിയോ കോൺഫറൻസിനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ രണ്ട് ചെറുതും വലുതുമായിട്ടുള്ള 3ഓളം കോൺഫറൻസ് ഹാളുകളുണ്ട്. IT സോഷ്യൽ മീഡിയ ടീമിന് പ്രവർത്തിക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുണ്ട്. പാർട്ടിയുടെ
ഭാരവാഹികൾക്ക് ഉള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാ മോർച്ചകളുടെയും ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ വിപുലമായിട്ടുള്ള സംവിധാനം ഈ പാർട്ടിക്കകത്ത് ഈ ഓഫീസിനകത്തുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ, ആ പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരിക്കാനും ആ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള നിലക്ക് ഈ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അത്യന്താധുനികമായ സംവിധാനങ്ങളോടും ഒരു ജനസൗഹൃദമായിട്ടുള്ള ഓഫീസാണ്, പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ബിൽഡിംഗാണ്. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ ഈ പുതിയ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ പണി പൂർത്തിയായതിനു ശേഷം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇവിടെ ഒരു സജ്ജീകരണമുണ്ട്, താമസിക്കാൻ ഉൾപ്പെടെ സജ്ജീകരണമുണ്ട്. അതിലെന്താണ് യാഥാർത്ഥ്യം? അല്ല, ആർക്ക് വേണമെങ്കിലും താമസിക്കാനുള്ള സംവിധാനമുണ്ട്. അതിനുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളുള്ള റൂമുകളുണ്ട്. അപ്പോൾ നാളെ BJP അധികാരത്തിൽ വരുന്ന സാഹചര്യം കേരളത്തിലുണ്ടാകുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിക്ക് അടക്കം താമസിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും, ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള ആളുകൾ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, പാർട്ടി കേന്ദ്ര നേതാക്കന്മാർ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഈ ഓഫീസിലുണ്ട്. പ്രധാനമന്ത്രി വന്നാൽ വരെ SPG സംബന്ധിച്ചാൽ പ്രധാനമന്ത്രിക്ക് താമസിക്കാം. നമ്മൾ മൂന്നാമത്തെ നിലയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഈ മൂന്നാമത്തെ നിലയിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഡോർമെട്രി ആണ് എന്നാണ് ഇവിടുത്തെ ഭാരവാഹികൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതിവിശാലമായ ഒരു ഓഫീസ് സമുച്ചയം തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത്. ഇത് അക്കൗണ്ട്സ് വിഭാഗമാണ്. അക്കൗണ്ട്സ് വിഭാഗത്തിൻ്റെ ഓഫീസാണ്. നിലവിലുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ചെറിയൊരു കോൺഫറൻസ് ഹാളാണ്. അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അന്തിമ ഘട്ടത്തിലാണ്. നമ്മളിതിനു മുൻപ് സെക്കൻഡ് നിലയിൽ കണ്ടത് ഏറ്റവും വലിയ ഇവിടുത്തെ കോൺഫറൻസ് ഹാളാണ്. അതായത് പ്രധാന യോഗങ്ങളെല്ലാം തന്നെ നടക്കുന്നത് അവിടെയാണ്. ഇവിടെ ചെറിയ യോഗങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നടക്കുക ഈ ചെറിയ മൂന്നാമത്തെ നിലയിലുള്ള ഹാളിലായിരിക്കും. ഇത് മൂന്നാമത്തെ നിലയിൽ നിന്നും നമ്മൾ വലത്തേക്ക് കയറുമ്പോഴുള്ള ഭാഗമാണ്. ടോയ്ലറ്റ് ഉൾപ്പെടെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നത് ഇവിടെ ഇങ്ങോട്ട്
ടോയ്ലറ്റുകളാണ്, അതിനുശേഷം ഡോർമെട്രികളാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ഗസ്റ്റുകളൊക്കെ പാർട്ടി പ്രവർത്തകരും മറ്റ് ഗസ്റ്റുകളെല്ലാം തന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിശ്രമിക്കാനും അന്തിയുറങ്ങാനുമുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. നിരവധി കട്ടിലുകളും ബെഡുകളും എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും, അതായത് നമ്മളൊരു ഹോട്ടൽ തിരഞ്ഞെടുക്കുകയാണ് എങ്കിൽ അതിന് സമാനമായ രീതിയിൽ, വിശാലമായ രീതിയിൽ പ്രവർത്തകർക്ക് ഇവിടെ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് താമസിക്കുവാൻ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ മൂന്നാമത്തെ നിലയിൽ ഒരുക്കിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭൂരിപക്ഷവും ഡോർമെട്രികളാണ്. ഇതെല്ലാം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബെഡ് മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ ഒരു മൂന്നാം നില പൂർണ്ണമായും ഡോർമെട്രിയാണ്. നിരവധി റൂമുകളാണുള്ളത്. അതിൽ ഒരുപാട് ബെഡുകളും കിടക്കകളും എല്ലാം തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് പ്രവർത്തകർക്ക് ഇവിടെ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യത്തിന് എത്തിക്കഴിഞ്ഞാൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇത്തരം റൂമുകളും ദൃശ്യങ്ങളും എല്ലാം തന്നെ. ഇപ്പോൾ നിൽക്കുന്നത് 4ാം നിലയിലാണ്. 4ാം നിലയിലും സമാനമായ രീതിയിൽ വലിയൊരു ഡോർമെട്രിയാണ് ഉള്ളത്. നിരവധി റൂമുകളാണ്, അതായത് ഗസ്റ്റുകൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ തലസ്ഥാന നഗരത്തിൻ്റെ സെൻട്രൽ ഭാഗം, അതായത് തമ്പാനൂർ ഇവിടുന്ന് തൊട്ടടുത്താണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രണ്ട് ബെഡുകൾക്കരികെ ബാത്റൂമിൻ്റെ സജ്ജീകരണം എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതായത് നിരവധി പ്രവർത്തകർക്ക്, അതായത് തലസ്ഥാനത്തെത്തുന്ന നിരവധി BJP പ്രവർത്തകർക്ക് അവർക്ക് സുഖമായി ഇവിടെ താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും BJP നേതൃത്വം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നത് വ്യക്തം തന്നെയാണ്. വിശാലമായ സൗകര്യം തന്നെയാണ് തലസ്ഥാനത്തെ ഈ കേരളത്തിൻ്റെ BJP ആസ്ഥാനത്ത് നേതാക്കളെല്ലാവരും തന്നെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപെയാണ് ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവും അതുകൂടാതെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഈ കേരളത്തിൽ എത്തുന്നതും. പ്രവർത്തകർ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ രണ്ട് സംഭവങ്ങളെയും നോക്കിക്കാണുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം BJPക്ക് നേടാൻ സാധിക്കുമെന്ന പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.